അന്ന് ഞാൻ മെഡിസിൻ തന്നപ്പോ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യം നടക്കില്ലെന്ന്. മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷമേ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇവിടെ പിന്നെ എന്താ ഡോക്ടർ സംഭവിച്ചേ? ഇത് ഫുഡിന്റെ കംപ്ലൈന്റാ. ഇന്നലെ കഴിച്ച ആഹാരം ഡൈജസ്റ്റ് ആവാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മെഡിസിൻ എഴുതാം. വേണ്ട ഡോക്ടറെ, മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. ഇയാൾക്കോ അത് വേണ്ടത്. എന്തുപറ്റി? ചെക്കപ്പിന് വന്നപ്പോ തന്നെ കരഞ്ഞോണ്ടാണല്ലോ കരുണ വന്നത്. എന്റെ ഭർത്താവിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് ഡോക്ടറെ. എന്തുപറ്റിയടോ? എന്റെ മുന്നിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്തത് പോട്ടെ, പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പെരുമാറിയാ അത് പെൺകുട്ടികളെക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആണിന് തന്നെയായിരിക്കും. എന്താ, അമ്മയാവാൻ കഴിയാത്തതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തോ മറ്റോ താൻ ചെയ്തോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഡോക്ടർ. ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ പെൺകുട്ടികൾ പെരുമാറുക സംസാരിക്കുക ഒന്നും ചെയ്യില്ലല്ലോ. അവൾക്ക് കുറച്ച് പ്രഷർ കൂടുതലുള്ള കൂട്ടത്തിലാ. അത് കൈവിട്ടുപോയി. അതാണ് എന്റെ മുന്നിൽ വെച്ച് പോലും ഇങ്ങനെയൊക്കെ പെരുമാറിയത്, ഒരു കൾച്ചറും ഇല്ലാതെ. പെട്ടെന്ന് സമാധാനിപ്പിക്കാൻ നോക്ക്. ഇത്തരത്തിലുള്ള വഴക്കൊക്കെയാ പിന്നീട് കുടുംബ കോടതിയിൽ എത്തുന്നത്. ശരി ഡോക്ടർ. നിർത്തണം, വണ്ടി നിർത്താൻ. ഒരബദ്ധം പറ്റിപ്പോയി. എന്നെയും അവളെയും ഒരു നുഖത്തിൽ കെട്ടിയല്ലേ? എനിക്കൊന്ന് തല ചുറ്റിയപ്പോ, ഞാനൊന്ന് വൊമിറ്റ് ചെയ്തപ്പോ നിന്റെ അമ്മ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ നീ വഴിതെറ്റിയ പെണ്ണാക്കിയല്ലേ? എന്നെ നീ ലക്ഷ്മിയെ പോലെ ആക്കിയല്ലേ? നിന്റെ സംശയം ഇപ്പൊ തീർന്നോടാ? എടാ തീർന്നോടാ? തീർന്നോന്ന്? പറയാൻ സംശയം തീർന്നോ? പറയാൻ. എന്താ ഇത്? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ വഴക്ക് ഇവിടെ വഴിയിൽ വെച്ച് വേണോ? വീട്ടിൽ വെച്ചായിക്കൂടെ? എടി, ഇത് ഭാര്യയും ഭർത്താവാണെന്ന് തോന്നില്ല. പിന്നെ നിനക്ക് കണ്ടപ്പോ എന്താ തോന്നിയത്? നിന്നെ പോലെ ഒരുത്തനാ ദേ ഇവനും. അതുകൊണ്ടാ ഇവിടെ ഒരു സീൻ കണ്ടപ്പോ പെട്ടെന്ന് ഇവന്റെ ചിന്ത വേറെ വഴിക്ക് പോയത്. കരുണ, എന്താ കരുണ ഇത്? എന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിക്ക് പോലും സഹിക്കാൻ കഴിയാത്ത കാര്യമാ നീ പറഞ്ഞത്. എന്റെ അച്ഛനെ വയ്യാതിരിക്കുന്നോണ്ടാ, എന്റെ മുത്തശ്ശി അച്ഛനെ കൂട്ടിരിക്കുന്നോണ്ടാ. അല്ലെങ്കിൽ ഇന്ന് രണ്ടാളും കൂടെ നിന്റെ സൂക്കേട് തീർത്താന്. നിന്നെ പോലെ ഒരുത്തനെ എനിക്കിനി വേണ്ട.